ഹലോ ഫ്രണ്ട്സ്, ജെ സ്റ്റുഡിയോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു റീസ്റ്റോറേഷൻ വീഡിയോ ആണ്. ഒരു 4-5 വർഷം പഴക്കമുള്ള ഒരു 2.1 ആംപ്ലിഫയറിൻ്റെ റീസ്റ്റോറേഷനാണ്. സോ നമുക്കിവിടെ കാണാൻ പറ്റും ഒരു 400 വാട്ട്സ് PMPO ഔട്ട്പുട്ട് പവർ തരുന്ന, അതായത് ഏകദേശം 100 വാട്ട്സോളം RMS പവർ ഔട്ട്പുട്ട് തരുന്ന TDA2030 ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടുള്ള ഒരു ആംപ്ലിഫയർ ബോർഡും പിന്നെ ഒരു സബിൻ്റെ ആംപ്ലിഫയർ ഫിൻഡറിൻ്റെ ഒരു 250 വാട്ട്സ് RMS ഔട്ട്പുട്ട് തരുന്ന ഒരു ഫിൻഡറിൻ്റെ സബിൻ്റെ ബോർഡുള്ളൊരു ആംപ്ലിഫയർ ആയിരുന്നു. ഇതൊരു 5 വർഷത്തോളം പഴക്കമുണ്ട്. സോ കാണാൻ പറ്റും ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് 27027 ഔട്ട്പുട്ടുള്ള ഒരു ട്രാൻസ്ഫോമറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ റീസ്റ്റോറേഷൻ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ ഒരു നോർമൽ സ്റ്റീരിയോ ആംപ്ലിഫയർ ആയിട്ടാണ് നമ്മളിന്ന് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. സോ ഇതിൻ്റെ ക്യാബിൻ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. ഇതൊരു 5.1ൻ്റെ ക്യാബിനാണ് നമ്മളന്ന് യൂസ് ചെയ്തത്. ഹോളൊക്കെ നമ്മൾ ഡ്രിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അന്നത്തെ യൂസിന് വേണ്ടിയിട്ട്. സോ ഇതാണ് അതിൻ്റെ ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത്. നമ്മളിതിനകത്ത് ഇനി ഒരു 12 വോൾട്ട് 5 ആംപിയറിൻ്റെ ട്രാൻസ്ഫോമർ വരെ സെറ്റ് ചെയ്തിട്ട് ഒരു BT ബോർഡ് കൂടി ചെയ്ത് ഈ സെയിം ആംപ്ലിഫയറിൻ്റെ ബോർഡ് യൂസ് ചെയ്ത് നമ്മൾ ഈ ആംപ്ലിഫയറിനെ ഒരു സ്റ്റീരിയോ ആംപ്ലിഫയറായിട്ട് മാറ്റിയെടുക്കാൻ പോകുക. സോ ഗായ്സ്, നമ്മളിത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതായത് വയറിംഗ് എല്ലാം ചെയ്തു. വയറിംഗ് എല്ലാം നല്ലപോലെ നമ്മൾ ക്ലിപ്പ് ചെയ്തില്ല, സ്റ്റിൻസ്ലാഷ് ടൈപ്പ് വെച്ച് വയറിംഗ് എല്ലാം വൃത്തിയാക്കി. സോ ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോമർ. ഇത് നമ്മുടെ മൈക്കിൻ്റെ പ്രീ ബോർഡ്. ഇത് നമ്മുടെ BT ബോർഡ്. നമ്മുടെ 400 വാട്ട്സ് PMP വരുന്നത്, അതായത് ഒരു 100 വാട്ട്സോളം വരുന്ന TDA2030 ഉപയോഗിച്ചിട്ടുള്ള ആംപ്ലിഫയറിൻ്റെ ബോർഡ്. ഇത്രയും മാത്രമേ നമുക്ക് ഇതിനകത്ത് വരുന്നുള്ളൂ. കാരണം ഇത് നമ്മളൊരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വെക്കാൻ വേണ്ടിയിട്ട്, മീൻസ് ചെറിയൊരു, നമുക്കപ്പോൾ അധികം സെറ്റിങ്സ് ഒന്നും ആവശ്യമില്ല. സോ നമുക്കൊരു ഓക്സ് കണക്ടിവിറ്റി മാത്രം മതി. പിന്നെ നമ്മളിവിടെ ബാക്കിലും കൊടുത്തിട്ടുണ്ട്, ഒരു RC കേബിളിൻ്റെ കൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സംഭവം ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് സെറ്റ് ചെയ്യുന്ന ബോക്സ് എന്ന് പറയുന്നത് ഇതായിരിക്കും. സോ ഇതിന് ആവശ്യമായിട്ടുള്ള പക്ക ആയിട്ടുള്ളൊരു ആംപ്ലിഫയറാണിത്. കറക്റ്റ് ഔട്ട്പുട്ട് വരുന്നത് 12 വോൾട്ട് 5 ആംപിയറാണ് ട്രാൻസ്ഫോമർ എന്നിരിക്കുന്നത്. ഇത്രയാണ് നമ്മളിതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ രണ്ട് ഒരു നോബ് നമ്മൾ അടയ്ക്കും. ഇത് വേണമെങ്കിൽ നമുക്ക് ഇത് വെക്കാം, സബ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇത് ബോർഡ് ഇങ്ങോട്ടേക്ക് നീക്കി ഇവിടെ ഒരു സബ് സെറ്റ് ചെയ്യാന്നേ ഉള്ളൂ. ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ തൽക്കാലം അതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഒരു സ്പീക്കർ കണക്ടർ മാത്രമേ വെച്ചിട്ടുള്ളൂ. ബാക്കി നമ്മൾ അടയ്ക്കും. ഇത്രയും മാത്രമേ നമ്മൾ വരുന്നുള്ളൂ. ഇത് മെയിൻ വോളിയം, ട്രിബിൾ ബാസ്, പിന്നെ ഒരു മൈക്കിൻ്റെ ഇൻപുട്ട്. പിന്നെ ഇവിടെ നമുക്ക് പവർ ബട്ടൺ, ഞാൻ നോബ് ഇടാനുണ്ട്. നോബ് ഇട്ട് കഴിയുമ്പോൾ സെറ്റായി കഴിയും. സോ ഇത്രയാണ് നമുക്കിവിടെ വരുന്നതെന്ന് പറയുന്നത്. ഒരു പഴയ ആംപ്ലിഫയർ ആയിരുന്നു. നമ്മളിത് റീസെറ്റ് ചെയ്തെടുത്തത് 2.1 ആംപ്ലിഫയർ ആയിരുന്നു. നമ്മൾ സെറ്റ് ചെയ്ത് ജസ്റ്റ് ഒരു ആംപ്ലിഫയർ ആക്കി മാറ്റി ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ആയിട്ട് എടുത്തിരിക്കുകയാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടുണ്ട്. നല്ല സൗണ്ട് ക്വാളിറ്റി, നല്ല സൗണ്ട് ഔട്ട്പുട്ട് വരുന്നുണ്ട്. നമുക്ക് TDA2030 അറിയാവുന്ന ഒരു ട്രാൻസിസ്റ്ററാണ്. നല്ല ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ട്രാൻസിസ്റ്ററാണ്. നല്ല രീതിയിൽ തന്നെ ഔട്ട്പുട്ട് ഇതിൽ കിട്ടുന്നുണ്ട്. നമ്മളിതിനകത്ത് ഫാനൊന്നും ആഡ് ചെയ്യുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. അത്ര വലിയ ഹെവി വർക്കൊന്നും ഇതിനകത്ത് വരുന്നില്ല. സോ ഇത്രയാണ് ഇതിൻ്റെ ഒരു റീസ്റ്റോറിങ് വീഡിയോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള ഇനിയും ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.